വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, മനോഹരമായ ഈ ഒരു സായം സന്ധ്യയിൽ മനോഹരവും അതിവിശാലവുമായ പുതുക്കിപ്പണിത ഈ പള്ളിക്ക് ചുറ്റും നിന്ന് ഇത്രയും അധികം ആൾക്കൂട്ടത്തെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ ഒരു പ്രദേശത്തിന്റെ കൂട്ടായ്മയുടെ പരിണിത ഫലമാണ് ഈ മനോഹരമായ ഈ പള്ളി എന്നത്. ഏതാണ്ട് 2-2.5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയധികം പണം മുടക്കി ഈ നാട്ടിലെ ഏവർക്കും പ്രാർത്ഥിക്കുവാനും ആരാധന നടത്തുവാനും ഒക്കെ ആയിട്ട് ഇത്രയും മനോഹരമായ ഈ പള്ളി പണിത ഈ പ്രദേശത്തെ കൂട്ടായ്മയെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ ദിവസത്തിലെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയും അതിന്റെ കാര്യപരിപാടികളും സ്നേഹ സംഗമം. ആ സ്നേഹ സംഗമത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം പ്രകൃതി പോലും ഇന്ന് നമ്മളോടൊത്ത് സന്തോഷിക്കുന്നു. കാരണം ചുറ്റുപാടും എല്ലായിടത്തും മഴ പെയ്യുമ്പോൾ ഈ പ്രദേശത്തെ നമുക്ക് വേണ്ടി മഴ പോലും മാറി നിന്ന് ഈ സ്നേഹസംഗമം ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രകൃതി പോലും നമ്മളോട് സഹകരിക്കുകയാണ്. മതം ഏതായാലും വേണ്ടില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവാക്യം മനുഷ്യ ഹൃദയത്തിൽ സ്വീകരിച്ച പാരിതിരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതു മതമായാലും വേണ്ടില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്നത് നമ്മുടെയൊക്കെ വികാരമാണ്. ഒരു കാലഘട്ടം മുഴുവൻ ജാതിയല്ല മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരും ഒരു കൊടക്കീഴിൽ എന്ന പോലെ ജീവിച്ച ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. മതം നന്മകളില്ലാതായി മാറുമ്പോൾ, മനുഷ്യപ്പറ്റില്ലാതായി മാറുമ്പോഴാണ് അവിടെ തീവ്രത കടന്നു വരുന്നത്. ജിത്തു കൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു തത്വശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, മതമുള്ള ഒരു വ്യക്തിക്ക് ആത്മീയത ഉണ്ടാകണമെന്നില്ല. A spiritual man need not be a spiritual man. A religious man need not be a spiritual man. മതമുള്ള ഒരു മനുഷ്യന് ആത്മീയത ഒരിക്കലും ഉണ്ടാകണമെന്നില്ല. ആ ആത്മീയത ഉണ്ടാകുമ്പോഴാണ് അവിടെ ഈ സ്നേഹം ഉണ്ടാകുകയുള്ളൂ, ഈ കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. മതമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലെ സ്നേഹത്തെ മാറ്റിയെടുക്കുന്നതല്ല, മറിച്ച് പരസ്പരം സഹകരിക്കുവാനും ഒരുമിച്ച് നടക്കുവാനും കൂടെ ഉണ്ടാകുവാനും കൂടെ ചേർത്ത് നിർത്തുവാനും ഒക്കെയാണ്. മതം ഒരു വികാരമാണ്. ആ വികാരത്തിലൂടെ നമ്മൾ ശിരസ വഹിക്കുമ്പോൾ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം മഹാത്മാഗാന്ധിയെ കുറിച്ച്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ പിതാവ് ഒരു മതത്തിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും പാലിച്ചു കൊണ്ടുവന്നിരുന്ന വ്യക്തിയാണ്. അതേ മതത്തിൽപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു, ആ മതത്തിന്റെ എല്ലാവിധ അനുഷ്ഠാനങ്ങളും പാലിച്ചു കൊണ്ടുവന്നത്. ആ ചെറുപ്പക്കാരനാകട്ടെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗാന്ധിജിയുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി പിടിച്ച് ആ കൈക്കുള്ളിൽ നിന്ന തോക്കുകൊണ്ട് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് നമ്മുടെ രാജ്യത്താണ്. മതമുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മതവിശ്വാസിയുടെ തോക്കും കീഴിൽ കൊണ്ട് വെടിയേറ്റ് മരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് മതം അതൊരു ആത്മീയ ബന്ധമാണ്. മതം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. മറ്റേ വ്യക്തിക്ക് അത് ഗോഡ്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ഒരു തീവ്രവാദത്തിന്റെ ഒരു അനുഭവമായിട്ടാണ് മാറിയത്. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഇന്ന് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മീയതയെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ആ വലിയ മനുഷ്യൻ അദ്ദേഹം ചിന്തിച്ചിരുന്നത് ചെറിയ മനുഷ്യരെ കുറിച്ചായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ചെറിയ ചെറിയ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. വലിയ മനുഷ്യരൊക്കെ ജീവിച്ചതും അവരുടെ ജീവിതത്തെ
ബലിയർപ്പിച്ചതുമെല്ലാം പാവപ്പെട്ട ജനങ്ങള്, ചെറിയ മനുഷ്യരൊക്കെ വലിയ നിലകളിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ്. ബൈബിളിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് പാപികൾക്ക് വേണ്ടിയാണ് എന്ന്. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മാനവംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഏറ്റവും ചെറിയ ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ഒരുമിച്ചുണ്ടായിരിക്കണം എന്ന വലിയ സന്ദേശമാണ് ഈശോ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും, ഈശോ പറയുന്നുണ്ട്, നീ ബലി അർപ്പിക്കുവാൻ പോകുമ്പോൾ നിന്റെ വഴിയിൽ വെച്ച് നിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്, നിനക്ക് ആരോടെങ്കിലും പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ നീ ബലിയർപ്പിക്കുവാൻ പോകുന്ന ബലിവസ്തു താഴെ വെച്ചിട്ട് ആ വൈരാഗ്യമുള്ള, വിദ്വേഷമുള്ള, പകയുള്ള വ്യക്തിയുടെ അടുത്ത് ചെന്ന് അവനോട് മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ നീ ബലിപീഠത്തിന്മേൽ ബലിയർപ്പിക്കുവാനായിട്ട് പാടുള്ളൂവെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല, കരുണയാണ്. അതേ പ്രിയമുള്ളവരെ, ഓരോ മതത്തിന്റെയും ഏറ്റവും വലിയ തത്വം, ചിന്ത, സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കണം. അവിടെ മറ്റു ചിന്തകള്, തെറ്റായ ചിന്തകള് കടന്നു വരുവാൻ പാടില്ല എന്നതാണ്. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുവാൻ, ആദരിക്കുവാൻ, സ്നേഹിക്കുവാൻ, കൂടെ നിർത്തുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഓരോ മതത്തിന്റെ വിശ്വാസികളായി മാറുന്നത്. ഖുറാനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ പടച്ചവൻ, ആ പടച്ചവൻ പോലും മനുഷ്യനെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. ഈ മനുഷ്യനെ മുഴുവൻ സൃഷ്ടിച്ച പടച്ചവൻ പോലും മനുഷ്യനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളും പരസ്പരം ക്ഷമിക്കുവാനും, സ്നേഹിക്കുവാനും, കൂടെ നിർത്തുവാനും, അവരോട് ബഹുമാനം കാണിക്കുവാനും ഒക്കെ സാധിക്കണം. ഇന്നിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, എവിടെയൊക്കെയോ ചെറിയ പാളിച്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ട് വ്യക്തികള് ഒരു ചായക്കടയിൽ ചായ കുടിക്കുവാനായിട്ട് പോകുമ്പോൾ ആ കടയിൽ ചെന്നിട്ട് ആവശ്യപ്പെടുന്നുണ്ട് 2 ചായ തരുവാനായിട്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് ചായ വേണ്ട, കോഫി മതി. അപ്പോൾ മറ്റേയാൾ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് നിനക്ക് കോഫി കുടിച്ചുകൂടാ? ചായ കുടിച്ചും കോഫി കുടിച്ചും അവര് ഇറങ്ങിപ്പോവുകയാണ്. കാരണം ആ ചായ പറഞ്ഞവനറിയാം, എന്റെ ചിന്തയല്ല, എന്റെ ടേസ്റ്റ് അല്ല അവനുള്ളത്, അവന്റെ ടേസ്റ്റിനെ, അവന്റെ ചിന്തകളെ ബഹുമാനിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നാലും ആ ചായക്കടയിൽ നിന്നും അവർ 2 പേരും ഒത്തിരിയധികം വർത്തമാനം പറഞ്ഞ് കൂട്ടുകൂടി അവർ കടന്നു പോകുന്നത് ഓഫീസുകളിലേക്ക്, 2 ഓഫീസുകളിലേക്ക്. ആ ഓഫീസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ വേറൊരു ലോകത്തിലേക്കാണ്. അവരുടെ ആശയങ്ങൾ വേറെയാണ്, അവരുടെ ചിന്തകൾ വേറെയാണ്, അവരുടെ മത്സരബുദ്ധി കടന്നു വരുന്നു. ഈ 2 പേരും ഈ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ശത്രുക്കളായി മാറുകയാണ്. അതാണ് പ്രിയമുള്ളവരെ ഇന്നിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചായക്കടകളാണ്. ഒരുമിച്ചിരുന്ന്, മതം ഏതായാലും എന്ത് അവസ്ഥയായാലും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുവാനും, ചായ കുടിക്കുവാനും, സഹകരിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് ഈ ചായക്കടകളെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുന്നു, വായനശാലകളൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള അവസ്ഥകൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രോഗ്രാമിനായിട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെ എനിക്കത് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു. അതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജ്, ആ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന 90% വിദ്യാർത്ഥികളും ഈ മുസ്ലിം സഹോദരന്മാരാണ്. കുറെ കാലഘട്ടമായിട്ട് ഈ സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടിയിൽ ഉണ്ട് എങ്കിൽ അത് ഇത്രത്തോളം അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് എങ്കിൽ ഈ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങള് ഞങ്ങളുടെ കോളേജിനോട് കാണിക്കുന്ന വലിയ നല്ല മനസ്സാണ്. തിരിച്ചറിയുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ വേദിയിൽ വെച്ച് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. നല്ല വ്യക്തിത്വമുള്ള, നല്ല ചിന്തകളുള്ള, നല്ല ബോധ്യങ്ങളുള്ള
ഒരു പിടി നല്ല യുവതലമുറയാണ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്നത് പറയുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദിയിൽ ഒത്തിരിയധികം വ്യക്തികൾ പ്രസംഗിക്കുവാനും കുറെ കാര്യങ്ങൾ സംസാരിക്കാനും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രദേശത്തിലെ ഈ മനോഹരമായ ഭവനം സൃഷ്ടിച്ച, ഈ പള്ളി പണിത, അതിന്റെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും അഭിനന്ദിക്കുന്നു. ഈ കൂട്ടായ്മ എന്നും ഈ നാട്ടിലുണ്ടാകട്ടെ. ഒരുമിച്ച് വരുവാനും ഒരുമിച്ച് നിൽക്കുവാനും, മതമേതായാലും ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിം അല്ല, നമ്മളെല്ലാവരും ഒരു മനുഷ്യരാണ്, ഒരു കൊടക്കീഴിൽ ജീവിക്കേണ്ട വ്യക്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെ മത തീവ്രവാദം ഉണ്ടായാലും, എവിടെയെല്ലാം വിദ്വേഷവും പകയും അക്രമങ്ങളും ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന ആ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.